കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള എസ്കലേറ്റർ ഉടൻ ശരിയാക്കുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. എസ്കലേറ്ററിന്റെ തകരാറിലായ ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ ചുമതലപ്പെട്ട കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും 2 മാസത്തിനകം എസ്കലേറ്റർ പ്രവർത്തനക്ഷമമാക്കാമെന്ന കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. എസ്കലേറ്റർ പ്രവർത്തിക്കാത്തത് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് വാർത്ത നൽകിയിരുന്നു. എസ്കലേറ്റർ 2 മാസത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാണിച്ച് അമൃത ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഡോക്ടറെ കാണാനും ഹോസ്പിറ്റലിൽ പോകാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു വളരെ ബുദ്ധിമുട്ടാണിത്. മോനൊക്കെ എടുത്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങി പോകാൻ. സാധനങ്ങളായിട്ടൊക്കെ പോകണം, കുറേ ദൂരെ പോകണം. മറ്റേ റോഡ് മുറിച്ചിടുന്നാൽ മതി. ഇപ്പോൾ എസ്കലേറ്റർ വന്നാലും കുറേ അങ്ങോട്ട് സാധനം കയറ്റി പോകണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനു പിന്നാലെയാണ് നടപടിയുമായി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് വന്നത്. എസ്കലേറ്ററിന്റെ തകരാറിലായ ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ ചുമതലപ്പെട്ട കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും 2 മാസത്തിനകം എസ്കലേറ്റർ പ്രവർത്തനക്ഷമമാക്കാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചു. എസ്കലേറ്ററിന്റെ 3 ചക്രങ്ങൾ തിരിയുന്ന ബെൽറ്റാണ് തകരാറിലായത്. ഇത് പരിഹരിക്കാൻ 3 മാസത്തെ സമയമാണ് കമ്പനി ആവശ്യപ്പെട്ടത്. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് പരമാവധി വേഗത്തിൽ എസ്കലേറ്റർ പ്രവർത്തനക്ഷമമാക്കാൻ കോർപ്പറേഷൻ കമ്പനി അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു. 2020 അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.35 കോടി ചെലവിൽ പുതിയ സ്റ്റാൻഡിലെ മേൽപ്പാലം നിർമ്മിച്ചത്. റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യത്തിനായാണ് എസ്കലേറ്ററും ലിഫ്റ്റും സ്റ്റെപ്പുകളുമുള്ള മേൽപ്പാലം നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എസ്കലേറ്റർ പണി മുടക്കി തുടങ്ങി. ഇതോടെ ജനങ്ങളാകെ ദുരിതത്തിലായി. റോഡ് മുറിച്ചു കടക്കാൻ ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങേണ്ടത് കൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ കയറാതെ നിവർത്തിയില്ലാതെയായി. ഗർഭിണികളും പ്രായമായവരും കുട്ടികളും ചുമട്ടുതൊഴിലാളികളുമെല്ലാം സ്റ്റെപ്പ് കയറിയിറങ്ങി വലയുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.